ബജറ്റിനോട് അനുബന്ധിച്ച് സ്വിംഗ് ഹൈ ബ്രേക്കൌട്ട് 1000 കോടി രൂപയിലധികം മാർക്കറ്റ് ക്യാപ്പുള്ള 6 ഓഹരികളിൽ മൾട്ടി ഇയർ സ്വിംഗ് ബ്രേക്കൌട്ട് നടന്നു. കഴിഞ്ഞ 5 വർഷത്തെ സ്വിംഗ് ഹൈ നിലവാരമാണ് ഈ ഓഹരികൾ മറികടന്നിരിക്കുന്നത്. ഓറിയന്റ് സിമന്റ് അടക്കമുള്ളവയാണ് ഓഹരികൾ. 5 വർഷത്തെ പ്രതിരോധ നിലയിൽ നിന്ന് ബ്രേക്കൌട്ട് ലഭിച്ചത് പൊതുവെയുള്ള ബുള്ളിഷ് സൂചനയാണ്. പ്രധാനപ്പെട്ട ഓഹരികൾ നോക്കാം. 1. മഹാനഗർ ടെലിഫോൺ നിഗം. ഡൽഹി ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു ഭാരതീയ സർക്കാർ വാർത്താവിനിമയ സേവനദാതാവാണ് മഹാനഗർ ടെലിഫോൺ നിഗം ലിമിറ്റഡ്. മെട്രോ നഗരങ്ങളായ ഡൽഹി, മുംബൈ എന്നിവിടങ്ങളിലാണ് സേവനം നൽകുന്നത്. ആദ്യകാലത്ത് സ്വതന്ത്ര കമ്പനി ആയിട്ടാണ് രൂപീകരിക്കപ്പെട്ടെങ്കിലും 2019 പ്രഖ്യാപിക്കപ്പെട്ട ഉണർവ് പദ്ധതി പ്രകാരം സർക്കാർ ഉടമസ്ഥതയിൽ തന്നെ ഉള്ള ഭാരത് സഞ്ചാർ നിഗം ലിമിറ്റഡിന്റെ ഉപകമ്പനി ആയിട്ട് മാറി. പ്രഡിക്ഷൻ. 2. നവ്കർ കോർപ്പറേഷൻ ലിമിറ്റഡ്. 2008 സെപ്റ്റംബർ 29 കമ്പനി നവ്കർ കോർപ്പറേഷൻ ലിമിറ്റഡ് ആയി സംയോജിപ്പിച്ചു. നവകർ കോർപ്പറേഷൻ ലിമിറ്റഡ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ ഫ്രൈറ്റ് സ്റ്റേഷനുകളിലൊന്നാണ്. ഇൻലാൻഡ് കണ്ടെയ്നർ ഡിപ്പോകൾ, റെയിൽ ടെർമിനലുകൾ, കണ്ടെയ്നർ ട്രെയിൻ ഓപ്പറേറ്റർ വെയർഹൌസിംഗും മറ്റ് ലോജിസ്റ്റിക്സ് സൊല്യൂഷൻ ദാതാക്കളുമാണ്. ഇഷ്ടാനുസൃതമാക്കിയ സാങ്കേതികവിദ്യ പ്രാപ്തമാക്കിയ ഇന്റഗ്രേറ്റഡ് ലോജിസ്റ്റിക്സ് സൊല്യൂഷനുകളും കോർപ്പറേറ്റ് മൊബിലിറ്റി സേവനങ്ങളും കമ്പനി നൽകുന്നു. പ്രഡിക്ഷൻ. 3. നിതിൻ സ്പിന്നേഴ്സ് ലിമിറ്റഡ്. നിതിൻ സ്പിന്നേഴ്സ് ലിമിറ്റഡ് ഒരു ISO കമ്പനിയും 100% കോട്ടൺ നൂലുകളും തുണിത്തരങ്ങളും നിർമ്മിക്കുന്ന കയറ്റുമതി സ്ഥാപനമാണ്. കമ്പനി തുണി വ്യവസായത്തിൽ ഏർപ്പെട്ടിരുന്നു. ഓപ്പൺ എൻഡ് നൂലുകൾ, റിംഗ് സ്പൺ കോംബ്ഡ് നൂലുകൾ, മൾട്ടിഫോൾഡ് റിംഗ് സ്പൺ നൂലുകൾ, ഡയബിൾ ചീസ് കോണുകൾ, ഓർഗാനിക് കോട്ടൺ നൂലുകൾ, മിശ്രിതങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന നൂലിന്റെ ശ്രേണി അവർ നിർമ്മിക്കുന്നു. ട്യൂബുലാർ, ഓപ്പൺ വീതിയിൽ ഗ്രേജ് രൂപത്തിൽ തുണിത്തരങ്ങൾ കമ്പനി വാഗ്ദാനം ചെയ്യുന്നു. പ്രഡിക്ഷൻ. 4. ഓറിയന്റ് സിമന്റ്. 1979 സ്ഥാപിതമായ ഓറിയന്റ് സിമന്റ് മുമ്പ് ഓറിയന്റ് പേപ്പർ ഇൻഡസ്ട്രീസിന്റെ ഭാഗമായിരുന്നു. 2012 ഇത് വേർപെടുത്തി. അതിനുശേഷം ഇന്ത്യയിലെ ഏറ്റവും വേഗത്തിൽ വളരുന്നതും മുൻനിര സിമന്റ് നിർമ്മാതാക്കളിൽ ഒന്നായി ഇത് ഉയർന്നുവന്നു. തെലങ്കാനയിലെ ആദിലാബാദ് ജില്ലയിലെ ദേവാപൂരിൽ 1982 ഓറിയന്റ് സിമന്റ് ഉത്പാദനം ആരംഭിച്ചു. 1997 മഹാരാഷ്ട്രയിലെ ജൽഗാവിലെ നാഷിറാബാദിൽ ഒരു സ്പ്ലിറ്റ് ഗ്രൈൻഡിംഗ് യൂണിറ്റ് ചേർത്തു. 2015 ഓറിയന്റ് സിമന്റ് കർണാടകയിലെ ഗുൽബർഗയിലെ ചിറ്റപ്പൂരിൽ സ്ഥിതി ചെയ്യുന്ന സംയോജിത സിമന്റ് പ്ലാന്റിൽ വാണിജ്യാടിസ്ഥാനത്തിൽ ഉൽപ്പാദനം ആരംഭിച്ചു. മഹാരാഷ്ട്ര, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, കർണാടക, മധ്യപ്രദേശ്, തമിഴ്നാട്, കേരളം, ഗുജറാത്ത്, ഛത്തീസ്ഗഡ് എന്നിവയുടെ ചില ഭാഗങ്ങളിൽ സേവനം നൽകുന്നു. പ്രഡിക്ഷൻ. 5. ഗ്ലെൻമാർക്ക് ഫാർമസ്യൂട്ടിക്കൽസ്. ഗ്ലെൻമാർക്ക് ഫാർമസ്യൂട്ടിക്കൽസ് 1977 സജീവ ഫാർമസ്യൂട്ടിക്കൽ എന്ന നിലയിൽ സ്ഥാപിച്ചു. ഇന്ത്യ, റഷ്യ, ആഫ്രിക്ക എന്നിവിടങ്ങളിലാണ് കമ്പനി ആദ്യം ഉൽപ്പന്നങ്ങൾ വിറ്റത്. 1999 കമ്പനി ഇന്ത്യയിൽ പൊതുപ്രവർത്തനം ആരംഭിച്ചു. അതിന്റെ ആദ്യ ഗവേഷണ സൗകര്യം നിർമ്മിക്കാൻ വരുമാനത്തിൽ നിന്ന് കുറച്ച് വിനിയോഗിച്ചു. 2008 ആയപ്പോഴേക്കും ഗ്ലെൻമാർക്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ 5ാമത്തെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായിരുന്നു. പ്രഡിക്ഷൻ. 6. ഇൻകോ എലെഗോൺ ഇന്ത്യ ലിമിറ്റഡ്. രാജ്യത്തെ വിവിധ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന സെയിൽസ് ആൻഡ് സർവീസ് സ്ഥാപനങ്ങളുടെ ശൃംഖലയുടെ പിന്തുണയുള്ള ഇന്ത്യയിലെ വിവിധ ഖനൻ, നിർമ്മാണ ഉപകരണങ്ങളുടെ മുൻനിരയും സ്ഥാപിതവുമായ നിർമ്മാതാവും വിതരണക്കാരനുമാണ്. എയിൻകോ ഇലഗോൺ. ഇത് 1974 സംയോജിപ്പിക്കപ്പെടുകയും 1992 പൊതുജനങ്ങൾക്കായി ആരംഭിക്കുകയും ചെയ്തു. ഗുജറാത്തിലെ ആനന്ദിലെ വല്ലഭ് വിദ്യാനഗറിൽ സ്ഥിതി ചെയ്യുന്ന എയിൻകോ ഇലഗോൺ 15 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്നു. പ്രഡിക്ഷൻ. കൺക്ലൂഷൻ. ബജറ്റിനോട് അനുബന്ധിച്ച് സ്വിംഗ് ഹൈ ബ്രേക്കൌട്ട്. 5 വർഷത്തെ പ്രതിരോധ നിലയിൽ നിന്ന് ബ്രേക്കൌട്ട് ലഭിച്ചത് പൊതുവെയുള്ള ബുള്ളിഷ് സൂചനയാണ് ഈ ഓഹരികളിൽ കാണാൻ കഴിയുന്നത്.
കഴിഞ്ഞ 10 വർഷ കാലയളവിൽ കേന്ദ്ര ബജറ്റ് അവതരണത്തിന് ശേഷമുള്ള ഒരു മാസത്തിൽ ആഭ്യന്തര ഓഹരി വിപണി നേട്ടം കരസ്ഥമാക്കുന്നതായാണ് ചരിത്രം സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടുതന്നെ ഈ ഓഹരികൾ നേട്ടം കൈവരിക്കുമെന്നു പ്രതീക്ഷിക്കാം. Thank you.